അസ്സലാമു സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. നമ്മൾ ഇത്ര ദിവസം ഉണ്ടാക്കിയ പോലത്തെ സാധനമല്ല. നമുക്കൊരു തുർക്കിഷ് ചിക്കൻ ഫ്യൂഷൻ മിക്സ്, ഒരു സ്പെഷ്യൽ സാധനമാണ്. എല്ലാവർക്കും ഈവനിങ് ടൈമിലും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സാധനം നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 400 ഗ്രാം ചിക്കൻ ആണ്. 400 ഗ്രാം ചിക്കൻ ഇതുപോലെ ഞാൻ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ലെമൺ കൂടി ഞാൻ പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഇത് മസാല എല്ലാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ശരിക്കും പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ നമുക്കിനി ഒരു ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഒരു സൈഡ് നല്ലതുപോലെ വേവിക്കാം, എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി മറ്റേ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും എടുത്തിട്ട് കറക്റ്റായിട്ട് മറിച്ചിടുക. എല്ലാ സൈഡും മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും കംപ്ലീറ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ചിക്കൻ ഞാൻ കംപ്ലീറ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ സൈഡ് കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ശരിക്കും നമുക്ക് വേണ്ട വിധത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ കോരി മാറ്റാം. ഇനി നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ഹോട്ട് സോസ് കൂടി ഒഴിക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പും ഹോട്ട് സോസും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ നല്ലതുപോലെ ടൊമാറ്റോ കെച്ചപ്പും ഹോട്ട് സോസും ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും ഹോട്ട് സോസും എല്ലാം മിക്സ് ചെയ്ത് ചിക്കൻ ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഫ്യൂഷൻ മിക്സിങ്ങിന്റെ പരിപാടികളുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മക്രോണി ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടും. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടാൽ മതി. അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഹമ്മൂസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലൊരു ബൗളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ആദ്യം ഹമ്മൂസ് വെച്ച് കൊടുക്കാം. ഹമ്മൂസ് ഒരു ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് വെച്ച് ഇങ്ങനെ പിടിപ്പിക്കണം. അപ്പോൾ ഹമ്മൂസ് ഒരു ലെയർ കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലെയർ കംപ്ലീറ്റ് ഹമ്മൂസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് മക്രോണി വേവിച്ച് വെച്ചത് നമ്മളൊന്ന് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി മക്രോണി, താഴത്തെ ഒരു ലെയർ. നെക്സ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലോട്ട് നമ്മൾ കുറച്ചുകൂടി മക്രോണി ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒരു ഡിസൈൻ മുകളിൽ കിട്ടാൻ വേണ്ടി മാത്രമാണത്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനി ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക.
ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാലൻസ് ഉള്ള നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തുർക്കിഷ് ചിക്കൻ ഫ്യൂഷൻ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും ഡിന്നറിന് കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. ഓക്കെ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം.